ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് മധുരൈ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മധുരയിൽ ചെന്നത് നവംബറിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അന്നാണ് നമ്മൾ ചെന്നത്. പ്ലസ് അന്ന് നമ്മൾ കൊലീഗിൻ്റെ ഒരു വെഡ്ഡിങ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പ്ലാൻ ചെയ്തു. സോ മധുരയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐതർ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണം കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് ഒരു 5:30 അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ കണ്ടില്ലേ, സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര കാലിയായിരുന്നു. അതുപോലെ ദർശനം നമുക്ക് ഈസി ആയിട്ട് 500 രൂപയ്ക്കൊക്കെ ക്യൂ നിന്ന് കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് നിന്ന് എത്ര മതി വരുവോളം നിന്ന് തൊഴുതിട്ട് വരാൻ കഴിയും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് നേരത്തെ തന്നെ അമ്പലത്തിലെത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് വരികയാണെങ്കിലും ഒരു 5:30 അവിടെ എത്തുന്നത് പോലെ പ്ലാൻ ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ അടുത്ത് സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ നടന്നാട്ടോ വന്നത്. ഒരു 800 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് ചെന്ന് തൊഴുതു. അപ്പോൾ വളരെ ഈസി ആയിട്ട് സാധാരണ ഒരു അമ്പലത്തിൽ ചെന്ന് തൊഴാൻ പറ്റുന്നത് പോലെ 10 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അമ്പലത്തിൽ. നിങ്ങൾ വിശ്വസിക്കില്ല, കണ്ടില്ലേ, സ്ട്രീറ്റ്സൊക്കെ വളരെ കാലിയായിരുന്നു. അമ്പലത്തിനകത്തും അതെ. അപ്പം നമ്മൾ കുറേ നേരം, നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, 4 തവണ നമുക്ക് ദർശനം കിട്ടിയിട്ടോ അമ്പലത്തിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിങ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, നേരത്തെ എത്തുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സ്പെഷ്യാലിറ്റി അമ്പലത്തിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിനകത്ത് മുൻപൊക്കെ ഞങ്ങൾ ഇതിന് മുൻപ് പോയിരുന്നപ്പോൾ സെൽഫോൺസൊക്കെ അലൗഡായിരുന്നു, മൊബൈൽ ഫോണ്. ഇപ്പോൾ അവിടെ സെൽഫോൺസ് അലൗഡല്ല. പക്ഷേ അതിനായിട്ട് സ്പെഷ്യൽ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ 2 രൂപ 3 രൂപ എന്തോ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അവിടെ നമുക്ക് സേഫായിട്ട് തന്നെ മൊബൈലൊക്കെ വെക്കാം, ചെരുപ്പ് വെക്കാനും അതുപോലെ ഫ്രീ ആയിട്ട് തന്നെ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ചതിന് ശേഷം നമുക്ക് അമ്പലത്തിലോട്ട് എൻട്രി ചെയ്യാം. അപ്പോൾ നേരത്തെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 ദർശനമൊക്കെ ഏർലി മോർണിംഗ് തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മധുര മീനാക്ഷി അമ്മൻ പ്രേ ചെയ്യുമ്പോൾ അവരുടെ മൂക്കുത്തി നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം കേട്ടോ. മൂക്കുത്തി നന്നായിട്ട് നോക്കിയിട്ട് പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റാണ്. മധുര മീനാക്ഷി അമ്മൻ മൂക്കുത്തി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ്. പിന്നെ അവിടുത്തെ കുങ്കുമം കേട്ടോ, അത് താഴമ്പൂ കുങ്കുമമാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തന്നെ മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ട്, അവിടെയും അവൈലബിൾ ആണ്. അപ്പോൾ മധുര മീനാക്ഷി അമ്മൻ കുങ്കുമം വളരെ സ്പെഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ തന്നെ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. പുതുമണ്ഡപം, അതുപോലെ ആവണി മൂല, പിന്നെ മാസി സ്ട്രീറ്റ്, അങ്ങനെ ഒത്തിരി ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുതുമണ്ഡപം സ്ട്രീറ്റ്സിലാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഉണ്ട് കേട്ടോ, ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഇതൊരു 200 മീറ്റേഴ്സൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുതുമണ്ഡപം എത്താനായിട്ട് സാധിക്കും. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ പൂജാ സാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ്, അതുപോലെ ക്രാഫ്റ്റ്സ്, ടോയ്സ്, ബാംഗിൾസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ മധുരയിൽ വേറൊരു സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മധുരയിലെ സാരീസ്. ഓക്കെ, ചെട്ടിനാട് കോട്ടൺ സാരീസ് വളരെ ഫേമസ് ആണ് അവിടെ. അതുപോലെ സുങ്കിടി സാരീസൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ നമ്മളിവിടെ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, നമുക്ക് കുറച്ച് വില കൂടുതലായിട്ടാണ് തോന്നിയത്. അതായത് ഇവിടെ ഒരു 400 രൂപയ്ക്കുള്ള സാരി അവിടെ ചെന്നപ്പോൾ ഒരു 650 രൂപ 600 രൂപയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്, മേ ബി നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവായിരിക്കും. അപ്പോൾ മധുരൈ കോട്ടൺ സാരീസ് നിങ്ങൾ എന്തായാലും അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിക്കുക കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവിടുത്തെ ലോക്കൽ സ്ട്രീറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ഈ ഇങ്ങനത്തെ സാരീസ്. ഓക്കെ, ഖാദി സാരീസ് ഉണ്ട്, ഇങ്ങനത്തെ കോട്ടൺ സാരീസിന് മാത്രം സ്പെഷ്യലായിട്ടുള്ള കടകളും ഉണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വേറൊരു കാര്യം. പിന്നെ അവിടുത്തെ സ്ട്രീറ്റ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ വയസ്സായ ആൾക്കാരൊക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. ദോശ ഉണ്ടാക്കിയിട്ടും പനിയാരം, അതുപോലെ കുതിര സവാരി, ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നതൊക്കെ വയസ്സായ ആളുകളാണ്. അപ്പോൾ അത് ഹാർഡ് വർക്കിങ്ങിന് ഒരു എന്താ പറയുക, അത്രയും ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പാവം തോന്നി അവിടെ സ്ട്രീറ്റ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അതെനിക്കൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാൻ തോന്നി. അതുപോലെ ഇങ്ങനെയുള്ള ഇരുമ്പ് പാത്രങ്ങളും അവിടെ സ്പെഷ്യലാണ് തോന്നുന്നു. നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ, പക്ഷെ അതും ഒത്തിരി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് മധുരയിലെ ഫുഡാണ്. അത് വളരെ ഫേമസ് ആണ്. എസ്പെഷ്യലി വലിയ ഹോട്ടൽസിലൊന്നും പോയി കഴിക്കാതെ ലോക്കൽ സ്ട്രീറ്റ് ഈ തട്ടുകടകൾ പോലെയുള്ള കടകളിൽ ചെന്ന് ദോശയൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. കറി ദോശയൊക്കെ അവിടുത്തെ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്തവണ ചെന്നപ്പോൾ നമ്മൾ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഫുഡൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ ലാസ്റ്റ് ടൈം ചെന്നപ്പോൾ നമ്മൾ അവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിരുന്നു. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് മിസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മധുരയിൽ ചെല്ലുമ്പോൾ
മറക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മധുരൈ സ്പെഷ്യൽ വീഡിയോസിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം മധുരൈ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് മിസ് ചെയ്യാതെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് വരിക. So see you guys with another video. Till then stay tuned. Tata, bye bye, see you, bye bye.